മഹാനായ ഇബ്നു റജബുൽ ഹംബലി റളിയല്ലാഹു അൻഹു റഹ്മത്തുള്ളാഹി അലൈഹി, മഹാനായ ഇബ്നു റജബുൽ ഹംബലി തങ്ങൾ പറയുമായിരുന്നു, സ്നേഹം രണ്ട് വിധത്തിലുണ്ട്. ഒന്ന് മഹബ്ബത്തു ഫർളിൻ, രണ്ട് മഹബ്ബത്തു ഫളുലിൻ. ഒന്ന് അല്ലാഹുവിൻ്റെ ഹബീബിനോട് നിർബന്ധമായും നമ്മൾ ചെയ്യേണ്ട സ്നേഹമാണ്. രണ്ടാമത്തേത് ഹബീബായ നബി തങ്ങളിലേക്ക് ബന്ധം സ്ഥാപിക്കാൻ നമ്മൾ ഉണ്ടാക്കേണ്ട ഒരു സ്നേഹമുണ്ട്. ഏത് മുസ്ലിമും ഹബീബിനെ സ്നേഹിക്കൽ നിർബന്ധമുണ്ട്. അവിടുന്ന് പഠിപ്പിച്ചതെല്ലാം സ്നേഹത്തോടെ സ്വീകരിക്കണം. നിസ്കരിക്കാൻ പറഞ്ഞാൽ അത് സ്നേഹത്തോടെ സ്വീകരിക്കണം. ഹിദായത്ത് ഹബീബായ നബിയിലൂടെ മാത്രമേ ലഭിക്കൂ എന്നത് ഹബീബായ തങ്ങളോട് നിർബന്ധമായും തോന്നേണ്ട മഹബ്ബത്തിൻ്റെ ഒരു കാരണമാണ്. എന്നാൽ പുണ്യനബി എങ്ങനെയാണ് നടന്നത്, എങ്ങനെ ഇരുന്നു, എങ്ങനെ വസ്ത്രം ധരിച്ചു, എങ്ങനെ അവിടുന്ന് ഭക്ഷണം കഴിച്ചു, എങ്ങനെയാണ് വെള്ളം കുടിച്ചത്, എങ്ങനെയാണ് ഹബീബാ നബി തങ്ങൾ വീട്ടിലേക്ക് കയറിയത്, എങ്ങനെയാണ് വാഹനത്തിൽ യാത്ര ചെയ്തത് എന്ന് തുടങ്ങി അവിടുത്തെ ജീവിതം മുഴുവനും എനിക്ക് അനുകരിക്കണം എന്ന് തോന്നുന്ന മുഅ്മിനായ മനുഷ്യന്റെ ഒരു മഹബ്ബത്ത് വേണം. ആ മഹബ്ബത്താണ് മഹബ്ബത്തു ഫളുൽ. സൂറത്തു തൗബയിൽ നമ്മൾ ഓതി വെച്ച ആയത്ത്, ഖുൽ ഇൻ കാന ആബാഉകും വഅബ്നാഉകും വഅസ്വാജുകും വഅശീറതുകും വഅംവാലുൻ ഇഖ്തറഫ്തുമൂഹാ വതിജാറത്തുൻ തഖ്ശൗന കസാദഹാ വമസാകിനു തർളൗനഹാ അഹബ്ബ ഇലൈക്കും മിനല്ലാഹി വറസൂലിഹി വജിഹാദിൻ ഫീ സബീലിഹി ഫതറബ്ബസൂ ഹത്താ യഅതിയല്ലാഹു ബിഅംരിഹി വല്ലാഹു ലാ യഹ്ദിൽ ഖൗമൽ ഫാസിഖീൻ. മക്കളെക്കാൾ, മാതാപിതാക്കളെക്കാൾ, കുടുംബജനങ്ങളെക്കാൾ, ഭാര്യ ഭർത്താക്കന്മാരെക്കാൾ, കച്ചവടത്തേക്കാൾ, സമ്പത്തിനേക്കാൾ, ഭവനത്തേക്കാൾ നിങ്ങൾ ഏറ്റവും സ്നേഹിക്കേണ്ടത് അല്ലാഹുവിൻ്റെ റസൂലിനെയും അല്ലാഹുവിനെയും അല്ലാഹുവിൻ്റെ മാർഗത്തിൽ ത്യാഗം ചെയ്യുന്നതിനെയുമാണ്. അല്ലാത്ത പക്ഷം നിങ്ങൾക്ക് അല്ലാഹുവിൻ്റെ ശിക്ഷ വരുന്നത് പേടിക്കണം. ഈ ആയത്തിനെ അല്ലാമ ഇബ്നു റജബ് തങ്ങൾ വ്യാഖ്യാനിച്ചു കൊണ്ടിരിക്കെ പറഞ്ഞ വാക്കുകളാണ്. മഹബ്ബത്തു ഫളുല് വേണം. ഹബീബിൻ്റെ ജീവിതം എങ്ങനെയായിരുന്നു അതുപോലെ സുന്നത്തുകൾ എല്ലാം ജീവിതത്തിലേക്ക് പകർത്താനുള്ള ഒരു സ്നേഹം വേണം. ഖൽബിനുൽ മഹബ്ബത്ത് വേണം.